ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം എമ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതൊരു ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോവാണ്. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 16361 എറണാകുളം ടു വേളാങ്കണ്ണി എക്സ്പ്രസ്. എല്ലാ തിങ്കളാഴ്ചയും എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് ഈ ട്രെയിൻ ഉണ്ടാവും. അപ്പം വേളാങ്കണ്ണിക്ക് പോകേണ്ടവർ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. 16361 എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ആണ്. അന്ന് വൈകിട്ട് തന്നെ, അതായത് ഇന്ന് ഒരു 3:38 ആകുമ്പോൾ 3:40 ആകുമ്പോഴത്തേന് തിരുവല്ല എത്തും. ഇവിടെ നിന്ന് നാളെ 5:50 ആകുമ്പോൾ വേളാങ്കണ്ണി എത്തും. അന്ന് വൈകിട്ട് തന്നെ, അതായത് നാളെ വൈകിട്ട് തന്നെ ഒരു 6:30 ആകുമ്പോൾ വേളാങ്കണ്ണിയിൽ നിന്ന് വിടും ഈ ട്രെയിന്. അപ്പം ബാക്കി ട്രെയിൻ വന്നിട്ടുള്ള വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ട്രെയിൻ വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പം വേളാങ്കണ്ണി പള്ളിയിലെ ചരിത്രങ്ങളും അതിൻ്റെ വീഡിയോ ഞാൻ കൂടുതൽ ഇതിനകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇവിടെ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് എങ്ങനെ വേളാങ്കണ്ണിക്ക് പോകാം ട്രെയിൻ മാർഗം, അതായിരിക്കും ഇതിനകത്തിൽ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിൻ വന്നിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രെയിന് എത്തിയിരിക്കുകയാണ്. S130 തപ്പി പിടിക്കണം. ട്രെയിനിലേക്ക് കയറാൻ പോവാണ്. 2:40 സമയം. ഞാൻ സാറിനോട് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് തിരുവായൂർ. നമ്മുടെ ട്രെയിൻ ഇപ്പം വന്ന് നിൽക്കുന്നത് തിരുവായൂരാണ്. ഇവിടെ ഒരു 10 മിനിറ്റ് ട്രെയിൻ പിടിച്ചിട്ടേക്കുക. കാരണം വേറെ ട്രെയിൻ പാസ് ചെയ്ത് പോകേണ്ടതായതുകൊണ്ട് ഇവിടെ ഒരു 10 മിനിറ്റ് ട്രെയിൻ പിടിച്ചിട്ടേക്കാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നതാണ് നാഗപട്ടണം. നാഗപട്ടണത്തു നിന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ വേളാങ്കണ്ണി. അപ്പം ബാക്കി വേളാങ്കണ്ണി ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം. ഏകദേശം ഒരു ഇപ്പം സമയം ഏകദേശം 3:55 വേളാങ്കണ്ണി എത്തുമ്പോഴത്തേനും 5:45 ആകുമ്പോൾ കറക്റ്റ് വേളാങ്കണ്ണി എത്തി. അപ്പം നമുക്ക് വേളാങ്കണ്ണി എത്തിയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം. വേളാങ്കണ്ണിയിലെത്തി. ഇനിയിപ്പം പുറത്തേക്ക് പോയി കാഴ്ചകളൊക്കെ കാണാം. ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോവാം. ട്രെയിനിലാണ് ഇപ്പം. ഇവിടെ നിന്ന് 6:45 ട്രെയിൻ തിരിച്ചുണ്ട് അവൻ്റെ എറണാകുളത്തേക്ക്. അത് 16362 എൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത്. വേളാങ്കണ്ണി ടു എറണാകുളം എക്സ്പ്രസ്. അപ്പോൾ അതിന് നമ്മൾ തിരിച്ചു പോകും. ഇന്നൊറ്റ ദിവസമേ ഉള്ളൂ ഇവിടെ. കണ്ടില്ലേ എൻ്റെ പൊന്നു ഗായ്സ്, അതുപോലെ ജനത്തിരക്കാണ്. സമയം 5:58 ആയിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് ലേറ്റ്. 5 അല്ല, 10 മിനിറ്റ് ലേറ്റ്. എൻ്റെ തിരക്കാൻ നോക്കി. ദിവസേന എന്തോരം തീർത്ഥാടകരാണ് വന്നു പോകുന്നത് അറിയാമോ? അതുപോലെ തിരക്കാണ്. കണ്ടോ, നിങ്ങൾ തന്നെ കണ്ടല്ലോ. കണ്ണിൽ തന്നെ കാണാൻ കഴിയും. കണ്ടോ, നമ്മൾ വന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരാണ് കാണുന്നത്. ഇനി നമുക്ക് പോയി റൂം നോക്കണം.
ട്രിപ്പായിട്ട് വരുന്നവർക്ക് ഒന്ന് ഫ്രഷായി പോകാനായിട്ടാണ് 100 രൂപയ്ക്കൊക്കെ റൂം കിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ 500 തൊട്ട് ലക്ഷറി റൂംസ് വരെ ഉണ്ട്. 500 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 400 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 400 മുതൽ 2500 3000 വരെയുള്ള റൂംസും അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. കഴിവതും ഈ ഓയോ റൂംസ് ഒന്നും എടുക്കാതിരിക്കും. ഓയോ റൂംസ് ഒന്നും ഒത്തിരി പറ്റിയില്ല. അതിനേക്കാളൊക്കെ ഏറ്റവും മികച്ച ആപ്പാണ് ഈ മേക്ക് മൈ ട്രിപ്പ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്തിലാണെങ്കിൽ മേക്ക് മൈ ട്രിപ്പിനകത്തിലൊക്കെ ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കൊരു 30% 40% ഡിസ്കൗണ്ട് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഡയറക്റ്റ് റൂംസ് ഒന്നും കഴിവതും പോയി എടുക്കാതിരിക്കുക. ഡയറക്റ്റ് റൂംസൊക്കെ നിങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റേറ്റ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല റേറ്റ് ഇറങ്ങും. 100% ഷുവറായിട്ടുള്ള കാര്യം കേട്ടോ. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ ഇഷ്ടം. കണ്ടില്ലേ ആൾക്കാർ പോകുന്ന കണ്ടില്ലേ? എപ്പോഴും നമ്മുടെ മുൻവശത്തൂടെ വണ്ടികൾ വരുന്ന നമ്മുടെ മുഖാമുഖം വണ്ടി വരുന്ന ആ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകാം. ഇത് റോങ് സൈഡിൽ കൂടെയാണ് ആൾക്കാർ നടന്നു പോകുന്നത്. നമ്മുടെ പുറകിൽ കൂടെ വണ്ടികൾ വരും. കാരണം കഴിവതും നമ്മുടെ മുന്നിൽ നമ്മുടെ ഫേസ് ടു ഫേസ് വണ്ടികൾ വരുന്ന സൈഡിൽ കൂടെ കഴിവതും നടന്നു പോകാം. ഇല്ലെങ്കിൽ ഈ അപകടങ്ങളൊക്കെ വിളിച്ച് വരുത്തിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. അത് പിന്നെ നമ്മുടെ ആൾക്കാർക്കെല്ലാം അറിയാം, പക്ഷേ അത് ആരും അനുസരിക്കുന്ന സ്വഭാവമില്ല. ഇത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഇത് കഴിഞ്ഞ വട്ടം നിങ്ങളെ ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ ഈ സ്കൂള് കണ്ടില്ലേ, ഹോട്ടൽ ഗോൾഡൻ സാൻഡ്. ഇവിടാണ് AC റൂമിന് 1000, നോൺ AC റൂമിന് 450 രൂപ ഒരു ദിവസത്തിന്. അങ്ങനെ ധാരാളം റൂംസ് കിട്ടും കേട്ടോ. ഞാൻ പറയാം 1000 അല്ല, 1000 മുതൽ 4000 വരെയുള്ള റൂംസ് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ട് ഈ 1 ഡേ ട്രിപ്പൊക്കെ വരുന്നവർക്ക്, ഒരു ദിവസം തന്നെ വരുന്നവരൊക്കെ കഴിവതും വലിയ ബഡ്ജറ്റ് റൂംസ് എടുക്കായിരിക്കും. ഈ 2-3 ദിവസം നിൽക്കുന്നവരൊക്കെ നല്ല ബഡ്ജറ്റ് റൂം എടുത്താലും കുഴപ്പമില്ല. ഇതാ ബസ് സ്റ്റോപ്പ് വരുന്നത്. പക്ഷേ ബസ് സ്റ്റോപ്പ് ഒന്നും എപ്പോഴും വായിക്കാതെ ബസ് സ്റ്റോപ്പ് വരുന്നത്, ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇതാണ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞില്ലേ, വേളാങ്കണ്ണി വരുന്നവർ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ നടന്നാൽ മതി. അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ വേളാങ്കണ്ണി പള്ളിയുടെ ഫ്രണ്ടിലെത്തും. എനിക്ക് തോന്നുന്നു ഒരു 10,000 ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഈ വേളാങ്കണ്ണി. അതുപോലെ അത്ഭുതമുള്ളൊരു പള്ളി കൂടിയാണ് ഈ വേളാങ്കണ്ണി പള്ളി. പല സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. പല സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ്. ലഘുവായിട്ടൊന്നുമില്ല, കഴിക്കാൻ നടക്കുന്നതായിരിക്കും നല്ലത്. കാരണം വൈറ്റ് ചെറുതായിട്ട് കഴിച്ചുകൊണ്ട് നല്ല പരവേശമുണ്ട്. ഞാനൊരു ഒരു സെറ്റ് പൂരി പറയാം, 40 രൂപ ഒരു സെറ്റ് പൂരിക്ക്. മുട്ട ദോശയുണ്ട് 70 രൂപ, ഒനിയൻ ദോശയുണ്ട് അതിന് 70 രൂപ. ഞാനൊരു സെറ്റ് പൂരി പറയും. നമുക്ക് ലഘുവായിട്ട് എന്തെങ്കിലും മതി. വാരി വലിച്ച് കഴിക്കുന്നില്ല, കാരണം വാരി വലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. കാരണം ഞാൻ കൂടുതൽ യാത്ര പോകുമ്പോൾ ഞാൻ വാരി വലിച്ച് കഴിക്കാറുണ്ട്. വീട്ടിലൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലപോലെ ആഹാരം കഴിക്കുന്നു. പുറത്ത് എവിടെ ലഭ്യമാണെങ്കിൽ ലഘുവായിട്ട് മാത്രം കഴിക്കും. നമ്മുടെ വിശപ്പൊന്ന് അടങ്ങാൻ വേണ്ടി മാത്രം കഴിക്കും. വന്നിട്ട് കാണിക്കാൻ. ഇതാണ് ഹോട്ടലിൻ്റെ കിച്ചൺ, ഫ്രണ്ട് കിച്ചൺ, ലൈവ് കിച്ചൺ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. രാവിലെ ചപ്പാത്തി, പൊറോട്ട, പൂരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പോന്നെ ഇത്രയും വലിയ ഒരു പൂരിയാണ് മതി. കണ്ടില്ലേ, ഒരു പൂരി എന്ന് പറയുന്നത് കണ്ടോ? അയ്യോ, നല്ല ആവി പറക്കുന്നുണ്ടേ. ചേട്ടൻ ചിരിക്കുന്നു. ഇത് കണ്ടോ? ഇതെനിക്ക് തോന്നുന്നു എന്താ കറിയെന്ന് അറിയത്തില്ല. കൊള്ളാം കേട്ടോ. ഒരു പരിപ്പ് കറി കേട്ടോ.
പൂരി പരിപ്പ് കറി. ഗ്യാസ് കയറാൻ നല്ല സാധനമാണ്. ഒരു പൂരി കണ്ടില്ലേ, ഇത്ര ഉണ്ട്. 2 പൂരി കഴിച്ചാൽ മതി, വയറ് അറിയാം. അപ്പം ഞാൻ കഴിച്ചിട്ട് കാണാമേ. പള്ളിയിലേക്ക് കയറുവാണേ. അതെന്താ അങ്ങനെ വേളാങ്കണ്ണി പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ തിരിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം 3:45 സമയം. ഇവിടെ നേരെ ഇന്ന് വൈകിട്ട് 6:45 വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസ്, വേളാങ്കണ്ണി ടു എറണാകുളം എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി വേണം പോകാനായിട്ട്. പിന്നെ വെയിറ്റ് ചെയ്യുക. അപ്പം ബാക്കി ട്രെയിൻ വന്നിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം.
ഇപ്പം കുണ്ടറ സ്ഥലത്ത് കുണ്ടറ അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് കൊല്ലം. ഞാനൊന്ന് കിടന്ന് മയങ്ങിപ്പോയായിരുന്നു. ഇന്നലെ 6:50 ആയപ്പോഴത്തേനും ട്രെയിൻ വിട്ട്. ട്രെയിനിനുള്ളിലെ കാഴ്ചകളൊക്കെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, നല്ല തിരക്കായിരുന്നു. അതുമാത്രമല്ല എനിക്ക് മടിയുമായിരുന്നു ആ സമയത്ത്. നല്ല തിരക്കായിരുന്നു, ആൾക്കാർക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു. എങ്ങനെ വീഡിയോ എടുക്കും എന്ന് ഓർത്ത് ഭയങ്കര മടിയാണ്, സത്യം പറഞ്ഞാൽ അത് തന്നെ. അതുകൊണ്ടാണ് ട്രെയിനകത്തെ വീഡിയോസ് കഴിവ് എടുക്കാനും. കാരണം മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആകുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തിരിക്കുമ്പോൾ അത് ശരിയല്ലല്ലോ. ഒന്നാമതെ അവരും വേളാങ്കണ്ണിയിലൊക്കെ പോയി ക്ഷീണിച്ച് ട്രെയിനിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ശല്യമാകുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ട്രെയിനിനുള്ളിലെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൂ. വേറെ എന്താ ഒന്നുമില്ല, നല്ലതായിട്ട് വെച്ചു. ഇന്നലെ വൈകിട്ട് ഒന്നും കിട്ടിയില്ല. ഇന്നലെ വൈകിട്ട് ഫുഡും കാര്യങ്ങളൊന്നും ട്രെയിനിൽ കൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് ലഘുവായിട്ട് പോലും ഒന്നും കിട്ടിയില്ല. വെള്ളം മേടിച്ച് കൈക്കരുതി കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ തിരക്കൊക്കെ വന്ന് കുറഞ്ഞ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇപ്പോഴാണ് സൗകര്യം പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. ഞാൻ ട്രെയിനകത്തെ വീഡിയോസ് ഒക്കെ കാണിക്കാം. 16:362 വേളാങ്കണ്ണി ടു എറണാകുളം എക്സ്പ്രസ് ആണ്. ഇതേ സെയിം ട്രെയിനിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ തിരുവല്ലയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോയത്. അത് 16:361. അതാണ് ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടാണ് നമ്മുടെ ബർത്ത് വന്നത്. ഇതാണ് നമ്മുടെ സീറ്റ്. 6 ആയിരുന്നു. മുകളിലത്തെ ബസ്സായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ തണുപ്പായിരുന്നു അറിയും. സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനകത്തിൽ ഒരു 2 പ്ലഗെങ്കിലും കൊടുക്കണം. കാരണം മുകളിലത്തെ ബർത്തുകാർക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലഗ് കൂടെ കൊടുക്കുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. കാരണം ഇപ്പം എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ, ടൈം പാസ് മീൻസ് സമയം കളയാൻ വേണ്ടിയിട്ടൊക്കെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കൂടുതലും ഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ചാർജ് പെട്ടെന്ന് തീരും. അപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ കുറവായിട്ട് കാണുന്നത് മുകളിലൊരു പ്ലഗ് കൊടുക്കേണ്ടതായിരുന്നു, അതുപോലെ ഒരു സ്ലോട്ട് കൊടുക്കേണ്ടതായിരുന്നു ശരിക്കും പറയാം. ഒരു എന്താ പറയുന്നത്, ഒരു USB പോർട്ടെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു. പിന്നെന്താ, ഇതൊക്കെയാണ് കാഴ്ചകൾ. ബാത്റൂം ഉണ്ട് കേട്ടോ. ഇത് ഇന്ത്യൻ ക്ലോസറ്റാണ്. ഇന്ത്യൻ ക്ലോസറ്റ്. ഇത് യൂറോപ്യൻ ക്ലോസറ്റാണ്. യൂറോപ്യൻ ക്ലോസറ്റ് വൃത്തി ലേശം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. പണ്ടൊക്കെ ആയിരുന്നു ട്രെയിനകത്ത് നിന്ന് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. വാഷ് ഷവറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. എന്തെടുത്ത് കളഞ്ഞാന്ന് തോന്നുന്നു. എനിക്കൊന്നും അറിയത്തില്ല. കൂടുതലും വൃത്തികേടായിട്ടിരുന്നുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും, അതായത് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ട്രെയിനുണ്ട്. അത് കറക്റ്റ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതാണ്. 16,361, 16,362 ഇതാണ് ട്രെയിൻ നമ്പർ വരുന്നത്. തിങ്കളാഴ്ച ഒരു 2:30 ആകുമ്പോൾ തിരുവല്ല വരും. 1 മണിക്ക് എറണാകുളത്ത് നിന്ന് വിടും. 12 മണിക്ക് എറണാകുളത്ത് നിന്ന് വിടും. ഈ ട്രെയിന് നേരെ ഒരു പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച ഒരു 6 മണിയാകുമ്പോഴത്തേന് വേളാങ്കണ്ണി വരും. അതുപോലെ തന്നെയാണ് വെള്ളിയാഴ്ച സെയിം ടൈം തന്നെയാണ്. ശനിയാഴ്ച വൈകിട്ട് അവിടെ നിന്ന് തിരിച്ച് ഞായറാഴ്ച നമുക്ക് നേരെ തിരിച്ച് എറണാകുളത്തെത്തും. പിന്നെന്താ, അതുമാത്രമല്ല വേളാങ്കണ്ണിക്ക് എറണാകുളത്ത് നിന്ന് നാഗപട്ടണം വരെയുള്ള ട്രെയിൻസ് എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും നാഗപട്ടണത്തോട്ട് എറണാകുളത്തും ട്രെയിനുണ്ട്. പിന്നെ നാഗപട്ടണത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 10 രൂപ പോയിന്റ് മാത്രമേ വേളാങ്കണ്ണി എത്താനായിട്ട്.
ഈ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും തൊട്ടടുത്ത് തന്നെയാണ് പള്ളി വരുന്നത്. നമ്മളവിടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നെ ഫാമിലിയായിട്ടൊക്കെ ആണെങ്കിൽ കൂടുതൽ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോ വിളിച്ച് കുഴപ്പമില്ല. അങ്ങനെ 1/2 കിലോമീറ്റർ നടക്കേണ്ട കാര്യം. ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ വരുന്നത് പള്ളി കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത മേക്ക് മൈ ട്രിപ്പ് വഴിയാണ്, അല്ലെങ്കിൽ ഗോവ വഴി നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. എനിക്ക് 441 രൂപയായി സ്ലീപ്പറിൽ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും തീർത്ഥാടകരായിട്ട് ഒരുപാട് വ്യക്തികൾ പോകുന്ന സ്ഥലമാണ് ഈ വേളാങ്കണ്ണി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു കുറഞ്ഞത് ഒരു 2-3 ആഴ്ചയെങ്കിലും മുമ്പേ ബുക്ക് ചെയ്താലേ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 3 ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പിലെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എ സിക്ക് എനിക്കൊന്ന് 900 സംതിങ്, തേർഡ് എ സിക്ക് 900 സംതിങ്, സെക്കൻഡ് എ സിക്ക് 1300 സംതിങ് കണ്ട. ഞാൻ പറഞ്ഞല്ലോ 2 ആഴ്ച മുമ്പെങ്കിലും ബുക്ക് ചെയ്തെങ്കിലേ നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇല്ല, ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേളാങ്കണ്ണി ചെന്നിട്ട് അവിടെ നിന്ന് ഗോവയ്ക്ക് പോകണം. നിങ്ങൾക്ക് അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രെയിനുണ്ട്. അതായത് ഇന്നലെ, അതായത് ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് 11 മണിക്ക്, അതായത് 10:30-ക്കും 11 മണിക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഗോവയ്ക്ക് ട്രെയിനുണ്ട് കേട്ടോ. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ഡയറക്റ്റ് ഗോവയ്ക്ക് ട്രെയിനുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച സെയിം ടൈമിൽ തന്നെ ഗോവയ്ക്ക് ട്രെയിനുണ്ട്. അങ്ങനെ പോകാൻ ആഗ്രഹം, ഒരിക്കലും അങ്ങനെ ആരും പോകാറില്ല. അങ്ങനെ ഇനി ഇന്ത്യസ് ആർക്കെങ്കിലും പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. ഇപ്പം സമയം 8:14, കറക്റ്റ് 8:15 കൊല്ലം ജംഗ്ഷൻ. കൊല്ലം മക്കളെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഏത്തയ്ക്കാപ്പും സമൂസയും കിട്ടും. എന്തെങ്കിലും ആയിട്ട് നിലവായിട്ട് ഒരു വാഹ കഴിച്ചിട്ട് നല്ല പരമശുണ്ട്. അതുകൊണ്ട് ഇത് വലിയൊരു കാര്യം തന്നെ. ചെറിയ ട്രിപ്പിന് ശേഷം നമ്മൾ തിരുവല്ല എത്തി കേട്ടാ. ഇനി ഒന്നും നോക്കാം, എല്ലാ വീട്ടിൽ പോയി സുഖമായിട്ട് കയറിക്കണം. സമയം 10:05. എൻ്റെ സുഹൃത്ത് മീനാശം വരും എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അവൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ സുഹൃത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. തിരുവല്ല സ്റ്റേഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെയാണ്. കാരണം ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കൊണ്ട് മുമ്പോട്ട് ബിൽഡിങ് പിടിക്കുകയാണ്. എൻ്റെ പണി നടക്കുക. ഏതായാലും ഒരു 2 വർഷം കൊണ്ട് സെറ്റപ്പ് റെയിൽവേ സ്റ്റേഷൻ ആക്കുമെന്നാണ് എൻ്റെയും ഇവിടുത്തെ ആൾക്കാരുടെയും യാത്രക്കാരുടെയൊക്കെ വിശ്വാസം. അങ്ങനെയൊക്കെ മതിയായിരുന്നു. ഇങ്ങനെ എല്ലാ സ്റ്റേഷനും ഒന്ന് പുരോഗമിച്ചെടുക്കുകയാണെങ്കിൽ, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലെവലായി മാറി. മാറട്ടെ, മാറണമല്ലോ. മാറാതെ ഒന്നും ഇങ്ങനെ കിടന്നിട്ട് തന്നെ അർത്ഥമുള്ളത്. നമ്മളും മാറണം, നമ്മുടെ ഇന്ത്യ ഫുള്ളായി മാറണം, കേരളം ഫുള്ളായി മാറണം. നമ്മുടെ യൂറോപ്പ് കൺട്രിയൊക്കെ നമ്മുടെ ആ ഒരു ടച്ചിലേക്ക് നമ്മൾ എത്തണം. നമുക്ക് കൂട്ടുകാരെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവൻ്റെ ബുള്ളറ്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ കുടി കൊണ്ട് കിടിക്കുന്നുണ്ട് കിടി. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തിയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.